നമ്മുടെ പേടിഎം വാലറ്റിലുള്ള പണം ഒരു KYCയുടെയും സഹായമില്ല നമുക്ക് എങ്ങനെ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ പേടിഎം വാലറ്റിലുള്ള പണം എങ്ങനെയാണ് KYCയുടെ സഹായമില്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്ന് പറയും. പലരും KYC ചെയ്യാൻ വേണ്ടിയിട്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവസാനത്തെ വീഡിയോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പരാജയപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങ് പുത്തൂർ കർണാടക സ്റ്റേറ്റ് വരെ പോയിട്ട് അത് KYC സെറ്റപ്പ് ആക്കേണ്ടി വരുന്നുണ്ട്. അതൊന്നും ഇനി വേണ്ട. വിത്തൗട്ട് KYC ഒരു KYC കൂടെ നമുക്ക് നമ്മുടെ പേടിഎം വാലറ്റിലുള്ള പണം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് എത്തിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കാരണം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഓക്കെ, വീഡിയോ കിട്ടുമ്പോൾ നമ്മുടെ പേടിഎമ്മിൽ നിന്നും നമ്മുടെ പേടിഎം വാലറ്റിലുള്ള പൈസ ഒരു KYCയും കൂടാണ്. വിത്തൗട്ട് KYC എങ്ങനെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാം അതിനെക്കുറിച്ചാണ്. നമ്മൾ ആദ്യം പേടിഎമ്മിലേക്ക് പോകുന്നു. പേടിഎമ്മിൽ പോയിട്ട് അവിടെ വാലറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വാലറ്റിലാണുള്ള പൈസ ഉള്ളത്. നമ്മുടെ വാലറ്റിൽ സെലക്ട് ചെയ്യുന്നു, വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നോ ഫീസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, നമുക്ക് KYC തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഇവിടെ വിത്തൗട്ട് KYC നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം എന്നതാണ്. അതിന് നമുക്ക് പേടിഎം ബാങ്ക്, നമ്മുടെ പേടിഎം ബിസിനസ്സിൽ നമ്മൾ പോകണം. പേടിഎം ബിസിനസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ മെയിനും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് QR കോഡ് ഇവിടെ കിട്ടണം. പേടിഎം ബിസിനസ്സിൻ്റെ QR കോഡ് കിട്ടണം. അവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ QR കോഡ് നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നേരെ നമ്മൾ പേടിഎമ്മിലേക്ക് പോകുന്നു, പേടിഎം മെയിലിലേക്ക് പോകുന്നു. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേ. ഓക്കെ, ആ പേയിൽ നമ്മൾ ഏതാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യം അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ QR കോഡ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന QR കോഡ് നമ്മളിവിടെ ഡൗൺലോഡിൽ പോകും. ഡൗൺലോഡ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന QR കോഡ് നമുക്ക് ലഭിക്കും. ആ QR കോഡ് നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ അവിടെ എത്രയാണോ പൈസ, ഓക്കെ, ഐ ഡു ഇറ്റ്. എത്രയാണോ പൈസ നമ്മൾ അടിക്കേണ്ടത്, എൻ്റെ ബാലറ്റിലുള്ളത് 1578 രൂപയാണ്. പേ സെക്യൂർലി 1578 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, പേ സെക്യൂർലി 1578 അത് നേരെ നമ്മുടെ പേടിഎം അതിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് നോക്കാം. അതെൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആഡ് പേടിഎം ബാങ്ക് 1578 ഹരീഷ് കുമാർ. ഓക്കെ, ബാങ്കിങ് പേ 1578 ഹരീഷ് കുമാർ ഫ്രം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് വാലറ്റ് 1578 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ പേടിഎം ബിസിനസ്സിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ടുഡേ 1578 ഫ്രം വൺ പേയ്മെൻറ്റ് ടുഡേ. ഓക്കെ, അതായത് 1578 രൂപ പേടിഎം വാലറ്റിൽ നിന്നും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. ഓക്കെ, താങ്ക് യു.